മൾട്ടിമീഡിയ രംഗത്തുള്ള ജോലി സാധ്യതകളെക്കുറിച്ചും കോഴ്സുകളെക്കുറിച്ചും അറിയാൻ +2 കഴിഞ്ഞവർക്ക് താല്പര്യമുണ്ടാകുമായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മളോട് കൂടെയുള്ളത് ഓൺലൈൻ ദീപികയുടെ വീഡിയോ എഡിറ്റർ അനന്തമാണ്. വെൽക്കം അനന്ത്. +2 കഴിഞ്ഞ് വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി, ആക്ടിംഗ് ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ വേണ്ടത്ര സപ്പോർട്ട് ലഭിക്കാറില്ല. അപ്പോൾ അനന്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് എന്താ പറയാനുള്ളത്? ഞാൻ പഠിച്ചത് BMC ആയിരുന്നു, എന്ന് വെച്ചാൽ ബാച്ചലർ ഓഫ് മൾട്ടിമീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ അത് മാറി BA മൾട്ടിമീഡിയ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സും കൂടെ ഉണ്ട്. അത് ജേർണലിസം ആണ് കൂടുതൽ അതിനകത്ത് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഇത് ഒരു സ്കിൽ ബേസ്ഡ് കോഴ്സാണ്. ഇൻട്രസ്റ്റ് വേണം ഇത് പഠിക്കാൻ. അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടായി മാത്രമേ ഇതിനകത്ത് വന്നിട്ട് കാര്യമുള്ളൂ. ഡിഗ്രി മാത്രം മതിയോ നമുക്കൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട്? ഡിഗ്രി പഠിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ബേസിക് മാത്രമേ പഠിക്കുന്നുള്ളൂ. ഫോട്ടോഗ്രാഫി ആണെങ്കിലും വീഡിയോഗ്രാഫി ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു ബേസ് ആണ് ഡിഗ്രിക്ക് പഠിക്കുന്നത്. നമ്മൾ ഏതിനകത്ത് ഒന്ന് സ്പെഷ്യലൈസ് ചെയ്തിട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഞാൻ ചെയ്തത് അങ്ങനെയാണ്. ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ ഫിലിം എഡിറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ എഡിറ്റിംഗ് കോഴ്സിന് പോയായിരുന്നു. എനിക്കത് കൂടുതൽ യൂസ്ഫുൾ ആയിരുന്നു. കേരളത്തിൽ നമുക്ക് കുറേയേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവൈലബിൾ ആണ്. അവിടെ മിക്കതും തന്നെ ഈ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ഡിപ്ലോമ പ്രോഗ്രാംസാണ് ഉള്ളത്. അപ്പോൾ അതിന് ഒത്തിരിയേറെ ചിലവുണ്ട്. സാധാരണ കോഴ്സുകളേക്കാൾ കൂടുതൽ പൈസ ചിലവ് നമുക്ക് ഈ കോഴ്സുകൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സുകൾ കഴിഞ്ഞ് കഴിയുമ്പം ചിലവാക്കിയ പൈസയ്ക്ക് അനുസരിച്ചുള്ള ഒരു ജോലി സാധ്യത നമുക്ക് ലഭിക്കുന്നുണ്ടോ? നമ്മൾ മുടക്കിയ പൈസേനേക്കാളും കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പറ്റും. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര ആക്റ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഫ്രീലാൻസ് ആയിട്ട് വരെ ഇതിന് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ജോബിന് കയറിയാലും നല്ല സാലറി തീർച്ചയായും ലഭിക്കും. ഫിലിം മേക്കിംഗ്, ആക്ടിംഗ്, ഡയറക്ഷൻ എന്ന കോഴ്സുകളെ പറ്റി അല്ലെങ്കിൽ കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു പേരാണ് പൂനെ FTII. അപ്പോൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത്രയേറെ പ്രാധാന്യം അർഹിക്കാൻ കാരണം എന്താണ്? മെയിനായിട്ട് അവിടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ തന്നെയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ അവിടെ പഠിച്ചിറങ്ങുന്നവരാണ് മെയിനായിട്ട്. ഇപ്പോൾ നമ്മൾ ഫിലിം ഇൻഡസ്ട്രിയിലേക്കാണെങ്കിലും ഡയറക്ഷൻ, എഡിറ്റിംഗ് എല്ലാം അവരാണ് കൂടുതൽ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയവരാണ് കൂടുതലായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് അവരായിട്ട് ഡയറക്റ്റായിട്ടൊരു ഇൻട്രാക്ഷനും സാധ്യതയുണ്ട് അവിടെ പഠിക്കുമ്പോൾ. അതേപോലെ തന്നെ മറ്റ് ഫിലിം ഇൻഡസ്ട്രി ആയിട്ട് അവർക്ക് നല്ല കണക്ഷൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പഠിച്ചാൽ നല്ലൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും കിട്ടും. അതേപോലെ തന്നെ ജോബ് സാധ്യതയും കൂടുതലായിരിക്കും. ഈ പൂനെ FTIIയിലേക്ക് നമുക്കൊരു അഡ്മിഷൻ വേണമെങ്കിൽ നമുക്ക് എന്തൊക്കെ പ്രൊസീജിയറാണ് അതിനകത്തുള്ളത്? ഒന്ന് എൻട്രൻസ് എക്സാം ഉണ്ട്. നമ്മളൊരു നല്ലൊരു പോർട്ട്ഫോളിയോ സെറ്റ് ആക്കിയിട്ട് വേണം അവർക്ക് കൊടുക്കാൻ. അതെ, പിന്നെ ഇൻ്റർവ്യൂ, കൗൺസിലിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. താങ്ക് യു അനന്ത്.